വയനാട് തരുവണ സർവീസ് സഹകരണ ബാങ്കിനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം. ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് ഇന്നലെ മീഡിയ വൺ പുറത്തുവിട്ടിരുന്നു. ഫൈസൽ നെടുമ്പാല ഉരങ്ങ നൽകും. ഫൈസൽ, സഹകരണ ബാങ്കിലെ ക്രമക്കേടിനെതിരെയാണ് പ്രതിഷേധമുയരുന്നത്. എന്താണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആവശ്യം? അവർ ചൂണ്ടിക്കാട്ടുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ദിവ്യ, കഴിഞ്ഞ ദിവസമാണ് ബാങ്കിലെ ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത മീഡിയ വൺ പുറത്തുവിട്ടത്. അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ രേഖയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം പുറത്തു വന്നത്. അതിനുശേഷം ഈ ജൂനിയർ രജിസ്ട്രാറുടെ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിന്മേൽ ജീവനക്കാരുടെ പരാതിയും ജീവനക്കാരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയ ശേഷം വിചിത്രമായ ഒരു മറുപടിയാണ് JR ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറുപടിയായിട്ട് നൽകിയിട്ടുള്ളത്. ഈ കേസ് തീർപ്പാക്കിയെന്നും JRന്റെ മറുപടിയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എന്നാൽ കൃത്യമായിക്കൊണ്ട് ജീവനക്കാരുടെ അക്കൗണ്ടുകളിൽ വന്ന പൈസയുടെ ഇടപാട് നടത്തിയത് സുതാര്യമല്ല എന്നുള്ള റിപ്പോർട്ട് കണക്കിലിരിക്കെ എങ്ങനെയാണ് JR ഇത്തരത്തിലൊരു മറുപടി നൽകുക എന്നുള്ള ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം ഈ ബാങ്കിന് നേരെ ഉണ്ടായിരിക്കുന്നത്. UDF കോൺഗ്രസ് ഭരിക്കുന്ന ഭരണസമിതിയാണ് ബാങ്കിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം രാഷ്ട്രീയമായിക്കൊണ്ട് തന്നെ ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിലാണ് LDF ഉൾപ്പെടെയുള്ള സംഘടനകൾ. ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ബാങ്കിന് നേരെ ഉണ്ടായിരിക്കുന്നത്. നാളെ CPM അത് കഴിഞ്ഞ് LDF ഉൾപ്പെടെ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു സമരത്തിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. ദിവ്യ, തരുവണ സഹകരണ ബാങ്കിലെ ജീവനക്കാർ നടത്തുന്ന ക്രമക്കേട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രതിഷേധം ശക്തമാക്കുന്നത്. വിവരങ്ങളാണ് ഫൈസൽ നെടുമ്പാല നൽകിയത്.